ഞങ്ങളാണ്. എന്തിന്? ഞങ്ങളുടെ ഗുണ്ടാ സങ്കേതത്തിൽ അച്ചടക്കം തകർക്കാൻ ഞങ്ങൾ ആരെ അനുവദിക്കില്ല. ഇവിടെ വന്നാൽ മര്യാദയ്ക്ക് പെരുമാറണം. അച്ചടക്കമാണ് ഞങ്ങളുടെ വിജയത്തിന്റെ കാതൽ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? മര്യാദക്ക് എന്നെ അഴിച്ചു വിടുന്ന നല്ലത്. അങ്ങനെ അഴിച്ചുവിടാനൊന്നും പറ്റത്തില്ല. ഞങ്ങളെ ഏൽപ്പിച്ച ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ഈ പരിപാടിക്കിടയിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഖേദിക്കുന്നു. സോറി മദർ, ഞങ്ങളുടെ മാനേജർ വരാതെ അഴിച്ചുവിടാൻ ഒരു നിവർത്തിയും. മാനേജരോ? ഗുണ്ടാ സംഘത്തിന് മാനേജരൊക്കെ ഉണ്ടോ? ഒരു മാനേജർ ഇല്ലാതെ ഇക്കാലത്ത് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വലിയ കമ്പനിയിലെ ആളാ ഇവിടത്തെ മാനേജർ. എന്ത് കെട്ടായി കെട്ടിയിരിക്കുന്നു. അദ്ദേഹം വിചാരിച്ചിട്ട് വരെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാ. എന്നാ വിളിക്കണോ നിന്റെ മാനേജരെ? അയ്യോ, അങ്ങനെ മാനേജറെ വിളിക്കാനൊന്നും പറ്റത്തില്ല. വരേണ്ട സമയം മാനേജർ വന്നിരിക്കും. പ്ലാസ്റ്റിക് വള്ളിയോ? ഇത് നമ്മുടെ മാനേജർ വരുന്ന ശബ്ദം, പുള്ളിക്കാരന്റെ ഷൂസിന്റെ ശബ്ദം. ഇത് അവനാണോ? നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ അല്ല, നീ ആ കല്യാണം നടത്താൻ പറഞ്ഞ മാനേജരല്ലേ? അതെ, ആ പണി ഞാൻ നിർത്തി. വെറുതെ നിർത്തിയതല്ല, അമ്മയുടെ മോൻ കാരണം. ആ പെണ്ണിന്റെ ഡാൻസ് കാരണേ എനിക്കെന്റെ 2 ലക്ഷം രൂപ നഷ്ടമായിരുന്നു. അതോടെ ഈവന്റുകാരൻ എന്നെ പറഞ്ഞു വിട്ടു. ഞാനൊരു സ്വയം തൊഴിൽ തുടങ്ങാൻ ലോൺ എടുത്തു. അങ്ങനെ തുടങ്ങിയതാ ഈ ഗുണ്ടാ സംഘം, ശ്രീ ഭദ്രകാളി ഗുണ്ടാ സംഘം. ഗുണ്ടാ സംഘത്തിന് ദൈവത്തിന്റെ പേരോ? ഒരു സ്ഥാപനം തുടങ്ങുമ്പോ ഒരു ഐശ്വര്യമൊക്കെ വേണ്ടേ? എന്നെ പറ്റിച്ച ആ പെണ്ണിനെ അമ്മയുടെ മോൻ കെട്ടി. അതാ എന്റെ സങ്കടം. അമ്മയുടെ മോനിപ്പോ അവളെ കൊണ്ടൊരു വഴിയായിട്ടുണ്ട്. അത്രയ്ക്ക് കുരുത്തക്കെട്ടതാ. ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? എടാ, ഈ കെട്ടത് അഴിച്ചു വിട്, എനിക്ക് ബാത്റൂമിൽ പോകണോന്നേ. അല്ല, ഈ മുറി ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അല്ല, എന്നെ ഇങ്ങനെ കെട്ടിവെച്ചോണ്ടിരുന്ന എന്താ കാര്യം? അതെ, നമുക്കൊരു ധാരണയിലെത്താം. ഞാൻ ഓടി പോകത്തില്ല, എന്നെ അഴിച്ചു വിട്. ഞങ്ങൾക്ക് വിശ്വസിക്കാമോ? നോ ബോസ്, ഇവരെ വിശ്വസിക്കരുത്, ചാരിപ്പോവും. എന്നെ ബോസ് എന്ന് വിളിക്കരുതെന്ന് പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബോസ് എന്നൊക്കെ പറയുന്ന വലിയ ആൾക്കാരാ, ഞാൻ മാനേജർ. എനിക്ക് മാനേജ് ചെയ്യാൻ മാത്രമേ അറിയൂ. എന്നാലും കെട്ടഴിച്ചു വിടണോ? ഇല്ലെങ്കിൽ ഈ മദർ എങ്ങനെ ടോയ്ലറ്റിൽ പോകും? നമ്മളെ പോലെ അല്ല സ്ത്രീകൾ. കുറച്ചൊക്കെ നമ്മൾ അവരോട് മര്യാദയ്ക്ക് പെരുമാറണം. എന്തായാലും വാതിലെല്ലാം പൂട്ടിക്കല്ലേ അമ്മേ. അങ്ങനെ അത്ര പെട്ടെന്ന് ചാടി പോകാനൊന്നും പറ്റത്തില്ല. ഈ നീർക്കോലി ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും നല്ല ഉന്നതാ. അവൻ വെടിവെച്ച് കൊല്ലും. അല്ല, എന്നെ കിഡ്നാപ്പ് ചെയ്താലേ നിനക്ക് എത്ര രൂപ മണി കിട്ടും? ഒരു 10-50,000 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ് 2,500 രൂപ ഞാൻ മേടിച്ചു കഴിഞ്ഞു. അതൊക്കെ ഊമാര് പുട്ടടിച്ച് തീർത്തു. ബാക്കി 47,500 രൂപ കിട്ടാനുണ്ട്. അതെ, എന്നെ നീ അയച്ചു വിട്ടാലേ നിനക്ക് ഞാൻ വള്ള കുറിപ്പ് തരും.
മനസ്സിലായില്ലേ? 1 ലക്ഷം. എന്തിനാ ഇവിടുന്ന് ഓടിപ്പോകാനാണോ? അത് നടക്കത്തില്ല. കാശല്ല, ഞങ്ങൾക്ക് വാക്കാ പ്രധാനം. കാശൊന്നും തരണ്ട. മദറിന്റെ ഹാൻഡ് ഞാൻ ഫ്രീ ആക്കി തരാം. മദറിന്റെ കെട്ടഴിച്ചു വിട്. അത് പിന്നെ എന്താ പറഞ്ഞു കേട്ടില്ലേ? അഴിച്ചു വിട്. ഓടിപ്പോയാൽ നമുക്ക് വെടിവെച്ചിടാം. തോക്കല്ലേ ഇരിക്കണ തോക്ക്. അഴിക്കടേ. അഴിച്ചുവിട്. എന്റെ കൃഷ്ണ, എന്റെ ഗുരുവായൂരപ്പാ. താങ്ക്സ്. താങ്ക്സ് ഒന്നും വേണ്ട, ഓടിപ്പോകാതിരുന്നാ മതി. അല്ല, ഇതാര് പറഞ്ഞിട്ടാ നിങ്ങൾ അതിനെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നേ? ബോസ്. ഏത് ബോസ്? അതാണ് അയാളുടെ പേര്. അയാളുടെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ അയാളാണിപ്പോ എന്റെ ബോസ്. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് അങ്ങ് വിചാരിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യ്, ആ റൂമിന്റെ ഫ്രണ്ടിൽ കുന്തവും പിടിച്ചു നിൽക്ക്. അയ്യോ, ഇത് കുന്തമല്ല, തോക്കാണ്, തോക്ക്. എന്ത് കുന്തമായാലും വേണ്ടില്ല, നീ ഇതും പിടിച്ചോണ്ട് അതിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്ക്. യാതൊരു കാരണവശാലും അവരെ ഓടിപ്പോരുത്, അത്രേ ഉള്ളൂ. ഓടിപ്പോയോ ഞാൻ തട്ടും. അറിയാലോ, കിടുകിടാന്ന് തട്ടും. അറിഞ്ഞത് സത്യമാണോന്ന് എനിക്കറിയില്ല. ആരാ നിങ്ങളോട് പറഞ്ഞത്? അതാരെങ്കിലും ആയിക്കോട്ടെ, പറഞ്ഞാളിനെ എനിക്ക് പറഞ്ഞിട്ടെന്താ? അല്ല, പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് അറിയണ്ടേ? ചിലരുണ്ട് ഇങ്ങനെ കള്ളത്തരം പാടി നടക്കുന്നവര്, അതുകൊണ്ട് പറഞ്ഞതാ. പറ മനുഷ്യ, നിങ്ങൾ എങ്ങനെ ഇതറിഞ്ഞത്? അത് പിന്നെ എന്നോട് വേഷം കെട്ടെടുക്കല്ലേ. അല്ല, അതെ, ആ ഡ്രൈവർ അർജുൻ നേരത്തെ ജ്യോതിയുടെ ഫോണിൽ വിളിച്ച് കിട്ടായിരുന്നപ്പോ എന്നെ വിളിച്ചു. അവനാ ഈ കാര്യം പറഞ്ഞത്. എന്നിട്ടാണോ സത്യമാണോ അല്ലയോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞത്? അശലതേ, അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ടാ നമ്മുടെ മോൾ ആ പടിയിറങ്ങിയത്. അതുകൊണ്ട് അമരാവതിയിൽ ഇനി എന്ത് നടന്നാലും അത് നമ്മളെ ബാധിക്കരുത്, അങ്ങനെ കരുതണം. അവളോടൊന്നും പറയണ്ടേ സുധേട്ടാ? വേണ്ട. പത്മാവതി അമ്മയ്ക്ക് നമ്മുടെ മോളെ ഇഷ്ടമായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാം, ഇറങ്ങിപ്പോരാനായിരുന്നു വിധി. അവര് കേസ് കൊടുക്കുകയോ കണ്ടുപിടിക്കുകയോ എന്ത് വേണോ ആയിക്കോട്ടെ, പക്ഷെ ജ്യോതി മോള് തൽക്കാലം ഇത് അറിയണ്ട. അറിഞ്ഞ അവർക്ക് ചിലപ്പോൾ സങ്കടമാവും. മാത്രമല്ല, ചിലപ്പോ എല്ലാം മറന്ന് അമരാവതിയിലേക്ക് പോകാനും മതി. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഈശ്വര, പത്മാവതി അമ്മയ്ക്ക് ഒന്നും സംഭവിക്കല്ലേ. ഈശ്വര, ചേച്ചിയുടെ ഇത് പറയണോ? പറയാതിരുന്ന അത് മഹാപാപമാവില്ലേ? ചേച്ചി എത്രമാത്രം സ്നേഹിച്ചതാ അമ്മ. എന്നാലും ആരായിരിക്കും അമ്മയെ തട്ടിക്കൊണ്ടു പോയത്? അച്ഛനും അമ്മയും പറയണ്ടെന്ന് തീരുമാനിച്ച കാര്യം അമ്മ അറിയാതെ ഞാൻ പറഞ്ഞ അതിനേക്കാ കുഴപ്പമാവില്ലേ? എന്തായാലും വരുന്നത് വരട്ടെ, പറയാം. ചേച്ചി, ചേച്ചി, ചേച്ചി. നീ വന്നോ? നിന്നോടൊരു പൈനാപ്പിൾ ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? നീ ജ്യൂസും കൊണ്ട് വന്നതാ? എന്തേ ജ്യൂസ് ഇല്ലേ? പ്രിയമോളെ, പ്രിയമോളെ, ഹലോ, അവിടെ ഇല്ലേ? നീ എന്താ മിണ്ടാത്തെ? അയ്യോ, ഞാൻ വഴക്ക് പറയുന്ന പേടിച്ചിട്ടാ? എന്നാ പേടിക്കണ്ട കേട്ടോ. പൈനാപ്പിൾ ജ്യൂസ് ഇല്ലാത്തതിന് ചേച്ചി വഴക്ക് പറയില്ല. എനിക്ക് ഓറഞ്ച് ജ്യൂസ് ആയാലും മതി. ഹലോ, ഇതെന്താ പറ്റേ? ചേച്ചി, ഞാനൊരു കാര്യം പറഞ്ഞ ചേച്ചി വിഷമിക്കരുത്.
എന്താടി? എന്താ പ്രശ്നം? ആർക്കെങ്കിലും അസുഖം വല്ലതുണ്ടോ? അല്ല, അസുഖമല്ല. പിന്നെന്താ പ്രശ്നം? അച്ഛനാണോ? അതോ ആ അവിനാശ് വന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? പ്രശ്നം ഇവിടെ അല്ല ചേച്ചി. പിന്നെ അമരാവതിയില. അമരാവതിയിലോ? അവിടെ ആർക്കാ പ്രശ്നം? ഹിറ്റ്ലറിനോ? അല്ല, അമ്മയ്ക്കോ? അമ്മയ്ക്ക് എന്ത് പറ്റി? അസുഖം വല്ലതും? ഓ, ചിലപ്പോ ഞാൻ തിരിച്ചു ചെല്ലാനുള്ള അടവായിരിക്കും അത്. അതൊന്നും അല്ല ചേച്ചി. അവിടുത്തെ അമ്മയെ ഏതോ ഗുണ്ടകൾ പിടിച്ചോണ്ട് പോയി. എപ്പോ? ചേച്ചി, ചേച്ചി, എനിക്കറിയേണ്ടത് ഒന്നു മാത്രം. നിങ്ങൾക്കിതിൽ പങ്കുണ്ടോ ഇല്ലയോ? നിങ്ങളിപ്പോ നിൽക്കുന്നത് നിങ്ങളുടെ സുഹൃത്ത് അവിനാഷിന് മുന്നിലല്ല, ഒരു പോലീസ് ഓഫീസറിന് മുന്നിലാണ്. അത് ഓർമ്മ വേണം. എടോ, താൻ പറഞ്ഞത് ശരിയാ. താൻ ഞങ്ങളെ തേടി വന്നതാ, അല്ലാതെ ഞങ്ങൾ തന്നെ തേടി വന്നതല്ല. ഡികെയോടുള്ള പ്രതികാരം തീർക്കാൻ ഞങ്ങൾക്ക് തന്റെ ആവശ്യമില്ല. നിങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ സുഹൃത്തല്ല. കുറച്ചു ദിവസങ്ങൾ സുഹൃത്തായിട്ട് അഭിനയിച്ചു, അത്രമാത്രം. വിശദീകരണമൊന്നും വേണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. തന്റെ എല്ലാ ചോദ്യങ്ങൾക്കും കൂടി എന്റെ കയ്യിൽ ഒരു ഉത്തരമേ ഉള്ളൂ: നോ. ഈ തട്ടിക്കൊണ്ടുപോകലിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. ഞങ്ങൾക്ക് സംശയം നിങ്ങളെയാണ്. ഞാൻ എന്തിനത് ചെയ്യണം? അമരാവതിയിൽ രഹസ്യമായ ലക്ഷ്യങ്ങൾ സാധിക്കാവുന്ന ഒരേ ഒരാൾ നിങ്ങളാണല്ലോ. അമ്മയെ തട്ടിക്കൊണ്ടു പോവുക എന്ന നാടകത്തിന്റെ ഒരു പുകമറയുണ്ടാക്കി അതിന്റെ മറവിൽ സൂര്യയെ കൊലപ്പെടുത്താനുള്ള ഒരു ഗൂഢനീക്കമല്ല ഇതെന്ന് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? നോ, അവളെ കൊല്ലാനുള്ള നീക്കം ഞാൻ ഉപേക്ഷിച്ചു. നീ എന്തിനാ ചിരിക്കുന്നത്? വേട്ടക്കാരൻ ഇരയെ വെറുതെ വിട്ടു എന്ന് കേൾക്കുന്ന തമാശയാണ് നിങ്ങളിപ്പോ പറഞ്ഞത്. നിങ്ങൾക്കതിന് ഒരിക്കലും കഴിയില്ല അവിനാഷ്. എന്തു വില കൊടുത്തും നിങ്ങൾക്ക് സൂര്യയെ ഒഴിവാക്കിയേ പറ്റൂ. കാരണം ആ കിടപ്പിൽ നിന്ന് അവൾ എണീറ്റാൽ ആദ്യം അവൾ പറയുന്നത് അവളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച നിങ്ങളുടെ പേരായിരിക്കും. എന്നെ വിലക്കെടുക്കാൻ നോക്കിയതുപോലെ ഇതിനകം സൂര്യയെ കൊല്ലാൻ മറ്റൊരു കൊലയാളിയെ കണ്ടെത്തി കാണുമെന്ന് ഞങ്ങൾക്കറിയാം. ഒന്നുകൂടി, മറ്റേതെങ്കിലും ഒരു കില്ലറിനെ ഉപയോഗിച്ച് സൂര്യ ഇല്ലാതാക്കിയിട്ട് അത് ഞങ്ങളുടെ തലയിൽ വയ്ക്കാമെന്ന് കരുതരുത്. കാരണം ആ കൊലപാതകത്തിന് ഒരു ദൃക്സാക്ഷിയുണ്ട്. ആരാ ആ ദൃക്സാക്ഷി? ഞാൻ.
രാത്രി ഞാനും അമരാവതിയിലുണ്ടായിരുന്നു DK ഇല്ലാതാക്കാൻ. അവിടുന്ന് തിരിച്ചു വരും വഴിയാ ഞാൻ ഈ കാഴ്ച കാണുന്നത്. ഇനി വേണ്ടടി. ഗുഡ് ബൈ. നിങ്ങൾ കളിക്കുന്നത് ഡബിൾ ഗെയിമാണെന്ന് എനിക്കറിയാം. പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ലാത്തതിനാൽ ഞാനത് കണ്ടില്ലെന്നടിച്ചു. നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ അഭിനയിച്ചപ്പോ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലും അഭിനയിച്ചു. പിന്നെ ഇപ്പൊ സംഭവിച്ച കാര്യം ഞങ്ങൾ അത് അറിഞ്ഞിട്ടേയില്ല. പോലീസല്ലേ, അന്വേഷിച്ച് കണ്ടുപിടിക്കും. അവിനാഷ്, ഒപ്പം നിൽക്കുന്നവരെ പോലും വഞ്ചിക്കുന്ന ചതിയനാണ് നിങ്ങൾ. മൂർത്തി, എനിക്കൊരബദ്ധം പറ്റി. ദയവ് ചെയ്ത് നിങ്ങൾ ആരോടും പറയരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പറ, എത്ര പണം വേണം നിനക്ക്? മൂർത്തി, ഞാൻ വില്ലനാണ്. DKയോട് പ്രതികാരം ചെയ്യാൻ വന്നവനാണ്. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. DKയുടെ കയ്യിലുള്ള പണം ഞാൻ സ്വന്തമാക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങളുടെ പണം അത് എനിക്ക് വേണ്ട. അത് ഞാൻ ദൈവപുത്രനായതുകൊണ്ടൊന്നുമല്ല, നല്ല ഒന്നാം തരം വില്ലനായതുകൊണ്ടാ. മൂർത്തി, എന്നെ രക്ഷിക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ ആരോടും പറയരുത്. പേടിക്കണ്ട, ഞങ്ങളുടെ നാവിൽ നിന്നും ഇതാരും അറിയില്ല. പക്ഷേ ഇനിയെങ്കിലും കൊല്ലാൻ തീരുമാനിച്ച നിങ്ങളുടെ ഭാര്യയെ ഒറ്റയടിക്കാൻ കൊന്നേക്കണം. അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു സാക്ഷി അവിടെയും കണ്ടാലോ? ഇല്ല ഇല്ല, ഞാൻ വിട്ടു. ഇനി ഞാൻ അവളെ ഒന്നും ചെയ്യില്ല. എനിക്ക് അമ്മയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. പോട്ടെ, കാണാം. സൂക്ഷിക്കണം ഇവനെ. അയ്യോ, ഓ അയ്യോ, 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 വിശന്നിട്ട് ചാവാറായി. കുട്ടി മേടിക്കാൻ പോയാലും അവിടെ പോയി ചത്തോ? അയ്യോ, വിശന്നിട്ട് ചിരിക്കാനും വയ്യല്ലോ. ഓ, എടാ നത്തോലി, എടാ ഞാനൂലേ. ഓ, എന്താ ഇത്? എനിക്ക് വിശക്കുന്നു. എടാ ഞാൻ വിശന്നിട്ട് ചാകും. അയ്യോ, എടാ കൈ കലാശം കാണിക്കാതെ കാര്യം പറയണം ഞാനൂലേ. എടാ എനിക്ക് വിശക്കുന്നു. അതെ, പതിയെ പറഞ്ഞാൽ എനിക്ക് കേക്കാം. മൈ ഫുഡ് എവിടെ? എടാ, ഒരാളെ തട്ടിക്കൊണ്ട് വന്നാൽ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയല്ലേ? ഞാൻ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചത്തുപോയാലേ നിങ്ങൾ കേസിലെ പ്രതികളാവില്ലേ? അതോർത്തപ്പോ എനിക്ക് ഭയങ്കര സങ്കടം. ആ, അല്ല എനിക്ക് എത്ര വിശപ്പൊന്നും ഉണ്ടായിട്ടല്ല. ആ ആ സോറി അമ്മേ,
ഇന്ന് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. പിന്നെ ദൂരെ ഒരു സ്ഥലത്ത് പോയി രഹസ്യമായിട്ട് സംഘടിപ്പിച്ചതാ. നല്ല ഒന്നാം തരം ഹോംലി ഫുഡ്. എത്ര ടൈമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ദേ, ഞാൻ സ്ഥിരമായി സമയത്ത് ഫുഡ് കഴിക്കുന്ന ആളാ. ഇങ്ങോട്ട് കൊണ്ടുവാ. കൊണ്ടു കൊടുക്കണേ. ശരി. പാടാ അനങ്ങി വരുക. നല്ല ദോശ സാമ്പാറുവാ. സാമ്പാർ ഇന്നലത്തെ ആണോ എന്നൊരു സംശയം. ദോശ എന്നത്തെ തന്നെ. ആ